സമരം ചെയ്യുന്ന ആശാപ്രവർത്തകരെ വീണ്ടും കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിച്ചിരിക്കുകയാണ് തൊഴിൽ മന്ത്രി. നാളെയാണ് ഈ കൂടിക്കാഴ്ച നടക്കുക. ഗോകുൽനാഥ് നൽകും വിവരങ്ങൾ. ഗോകുൽ, ഓരോ കൂടിക്കാഴ്ച നടക്കുമ്പോഴും നമുക്ക് പ്രതീക്ഷയുണ്ട് സമരം അവസാനിക്കും, ആശമാർക്ക് ഒരു ഉറപ്പ് ലഭിക്കും എന്നുള്ള കാര്യം. പക്ഷേ ഓരോ കൂടിക്കാഴ്ചയിലും ഒരു ഒത്തുതീർപ്പിനുള്ള ശ്രമം മാത്രമാണ് നടക്കുന്നത്. ഈ കൂടിക്കാഴ്ച നാളെ എപ്പോഴാണ് നടക്കുക? ഹിമ, കേരള ആശാ ഹെൽത്ത് വർക്കർ അസോസിയേഷൻ സെക്രട്ടേറിയറ്റിന് മുൻപിലെ അനിശ്ചിതകാല സമരം മുൻപോട്ട് പോയിട്ട് ഇപ്പോൾ 58 ദിവസത്തോളം പിന്നിടുകയാണ്. നാളെ 58 ദിവസമാവുകയാണ് ഈ സമരത്തിന്. അതേപോലെ തന്നെ അനിശ്ചിതകാല നിരാഹാര സമരവും അതോട് ചേർന്ന് തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്കാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ ചർച്ചകൾ മുൻപുണ്ടായിരുന്നു. ആ ചർച്ചകൾ 3 ചർച്ചകളും പരാജയമായിരുന്നു. അതിന് മുന്നോടിയായി കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ ഇൻസെന്റീവ് അടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തുന്നതിനുള്ള തീരുമാനമാവുകയും ചെയ്തതാണ്. തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യുമെന്നുള്ള കാര്യം അന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി അറിയിക്കുകയും ചെയ്തതാണ്. തുടർന്ന് കേരളമാണ് ഓണറേറിയം തുക ഉയർത്തേണ്ടത്. ആ ഓണറേറിയം തുക ഉയർത്താൻ സംസ്ഥാന സർക്കാരിന് സാധിക്കില്ല എന്നുള്ള കാര്യം പലപ്പോഴായി ചർച്ചകൾ ഉയർന്നു വരികയും ആ ചർച്ച പിരിയുകയും പാളിപ്പോവുകയൊക്കെ ചെയ്തതാണ്. എന്തായാലും നാളെ ഇപ്പോൾ തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിലാണ് ഒരു യോഗം ചേരുന്നത്. യോഗമെന്ന് പറയാൻ പറ്റില്ല, ഒരു കൂടിക്കാഴ്ച മാത്രമാണ്. കേരള ആശാ ഹെൽത്ത് വർക്കർ അസോസിയേഷന്റെ ജില്ലാ പ്രസിഡന്റും സെക്രട്ടറിയും അതേപോലെ തന്നെ എസ് മിനി അടക്കമുള്ള നേതാക്കളെ ചേർത്തുകൊണ്ടാണ് ഒരു കൂടിക്കാഴ്ചയുള്ളത്. അതിൽ ഇവരുടെ പ്രധാന പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ സാധിക്കും. അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ പറയാൻ പറ്റും. കാരണം കഴിഞ്ഞ 57-58 ദിവസങ്ങൾ തുടങ്ങിയ സമരമാണ്. ആ സമരം ഈ വലിയ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വലിയ ബുദ്ധിമുട്ടുകൾ ഈ പ്രവർത്തകർ നേരിട്ടു. അതേപോലെ തന്നെ ഈ പ്രധാന പ്രശ്നങ്ങൾ ഒരു തൊഴിലിടത്തെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രശ്നങ്ങളാണ്. അത് മാത്രമല്ല, ഒരു മിനിമം കൂലി പോലും ഇല്ലാത്ത ഒരു സാഹചര്യം പലപ്പോഴും കേരള സർക്കാരിൻ്റെ അണ്ടറിലേക്ക് വരുമ്പോൾ അവിടെ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് ഈ ആശാ ഹെൽത്ത് വർക്കർമാർ അനുഭവിക്കുന്നുണ്ട്. അത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലേക്ക് വരുമ്പോൾ കൂടുതൽ ജോലി ഭാരം കൂടുതലുണ്ട് എന്നുള്ളതാണ്. മറ്റ് സംസ്ഥാനത്ത് ഇത് 3-4 മണിക്കൂറിലേക്ക് ചുരുങ്ങുന്ന ജോലിയാണെങ്കിൽ ഇവിടെ അത് 6, 7, 8 മണിക്കൂറിനപ്പുറത്തേക്ക് നീണ്ടുപോവുകയും 10-15 മണിക്കൂറൊക്കെ ഒരു ദിവസം തന്നെ നീണ്ടുവരുന്ന ജോലിയായിട്ടൊക്കെ മാറുന്നുണ്ട്. അത് അവർ മുൻപ് പറഞ്ഞതുമാണ് ആരോഗ്യമന്ത്രിയോട്. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടായിരിക്കും നാളെ ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും നാളെ 3 മണിക്ക് തൊഴിൽ മന്ത്രിയുടെ ചേംബറിലാണ് ആശമാരും തൊഴിൽ മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച നാളെ നടക്കും. തങ്ങൾക്ക് ഒരു ഒത്തുതീർപ്പ്, ഒരു വാഗ്ദാനങ്ങൾ എന്നതിനപ്പുറം ഒരു ഉറപ്പാണ് ലഭിക്കേണ്ടത് എന്നാണ് ആശമാർ അന്നും ഇന്നും പറയുന്നത്. ഗോകുൽനാഥാണ് വിവരങ്ങൾ നൽകിയത്.